സ്വിച്ച് ഓൺ അല്ലേ? ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ഹരിത ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ദിവസം ഞാൻ എങ്ങോട്ട് പോണേന്ന് അറിയില്ല. അറിയോ? എങ്ങോട്ടാ? ജിമ്മിന് പോണേ. ഇതിന്റെ താഴെ തന്നെ ജിമ്മുണ്ട്. ഞാൻ വന്നപ്പോഴോട് ഞാൻ വിചാരിക്കണ്ട, ഇതുവരെ ഞാൻ ജിമ്മിൽ പോയിട്ടില്ല. ഞാൻ ഇതുവരെ നാട്ടിൽ ഞാൻ ജിമ്മിൽ പോയിട്ടില്ല. അപ്പൊ ഇതെന്റെ ഫസ്റ്റ് ഡേ ജിമ്മിൽ പോക്കാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ വ്ളോഗ് ചെയ്യാന്ന്. ഞാൻ രാവിലെ ഇപ്പം ജസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് ലിപ് ബാം മാത്രം ഇട്ടിട്ടാണ് ഇറങ്ങിയത്. അപ്പൊ താഴെ അങ്ങോട്ടാണ് നമ്മളെ ജിമ്മ്. എന്തായാലും നമുക്ക് പോയി നോക്കാം അല്ലേ? ബ്രോ എന്താ പറയാനുള്ളത്? വെൽക്കം ടു ദ ജിം കമ്മ്യൂണിറ്റി. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ഭയങ്കര ഒരു അടിപൊളി ജിമ്മർ. എന്റെ മുഖം പത്താണ്ട് എനിക്ക് ഇത്ര തടിയില്ല കേട്ടോ, പക്ഷെ കുറച്ച് തടിയുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും പോയി നോക്കാം. അവിടെ ആക്ച്വലി പൂളും ഉണ്ട് കേട്ടോ, പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു പൂളുള്ളത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. Six, seven, one more, 8, sit. സ്വിച്ച് ഓൺ അല്ലേ? Hello guys. So guys, ഞങ്ങളങ്ങനെ ജിമ്മിന്ന് റൂമിലേക്ക് പോയി. ഇത് ജിമ്മാണെങ്കിൽ ഇതിന് മുകളിലുള്ളതാണ് ഞങ്ങളെ ഡൽഹി എന്റെ റൂം. അപ്പൊ ഡൽഹിയിൽ താഴെ തന്നെ ഉള്ളതാണ് ആക്ടിക് ഡൽഹി. എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഡേ? കുഴപ്പമില്ല, അല്ല അങ്ങനെയല്ല, അതിനോട് കയറാം. എന്നുവെച്ചാൽ ഞാൻ ഇതുവരെ ജിമ്മിൽ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് നാട്ടിലെ ജിമ്മിൽ പോയാൽ എങ്ങനെയാണ് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ആക്ച്വലി നമുക്ക് ട്രെയിനേഴ്സ് ഇല്ല. ബ്രോ എന്തൊക്കെ പറഞ്ഞത് അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആണോ നാളത്തെ എന്റെ അവസ്ഥ വെച്ചിട്ട് പോയാൽ വെച്ചോ? പക്ഷെ ഇവിടെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞാൻ നാട്ടിൽ നിന്ന് ചെയ്യാൻ ഞാൻ അത്ര കംഫർട്ടബിൾ ആയിട്ടില്ല, എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കോൺഷ്യസ് ആയിരിക്കും, അയ്യോ അവർ നോക്കുന്നുണ്ട് ഇവര് നോക്കുന്നുണ്ട്. ഇവിടെ ആവുമ്പോ അങ്ങനെ ഒരു ചിന്തയില്ല, ലൈക്ക് ആരും നോക്കുന്നില്ല, അവർ ഓരോരുത്തരുടെ കാര്യം, അതുകൊണ്ട് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഒരുപാടൊന്നും ചെയ്തില്ല, പിന്നെ അങ്ങനെയൊന്നും ചെയ്തില്ല ആക്ച്വലി ഫസ്റ്റ് ഡേ അല്ലേ. പിന്നെ കുറച്ച് ഇപ്പോൾ ചെയ്തു. പക്ഷെ എന്നിട്ട് എനിക്ക് ഇവിടെ കാലിന്റെ താഴെ പുറമൊക്കെ വേദന എടുക്കുന്നുണ്ട്. സോ അങ്ങനെ അപ്ഡേറ്റ് ഇപ്പൊ കുഴപ്പമില്ല. സോ ഇനിയിപ്പോ റൂമിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം, എന്നിട്ട് കുളിക്കണം, എന്നിട്ട് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, മീറ്റിങ്ങിന് കയറണം. എന്നിട്ട് നമുക്ക് ഉച്ചയ്ക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകാനുണ്ട്. വെക്കുന്നോന്നില്ല, ഞാൻ ദേവികേന്റെ ആഗ്രഹം എത്തിയിട്ടുണ്ട്. ഇന്നത്തെ എന്റെ പരിപാടി എന്തൊക്കെയാ? ജോലിയുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ചിറങ്ങി. നമ്മൾ തല കുളിച്ചിട്ടില്ല, മേല് മാത്രമേ കുളിച്ചിട്ടുള്ളൂ. സോ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്കിൻ കെയർ ചെയ്യാം. ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് ലനേജിന്റെ ലിബാമാണ്. ഇത് ആക്ച്വലി നല്ല ലിബാമാണ് കേട്ടോ. ഞാൻ കുറെ കാലമായിട്ട് യൂസ് ചെയ്യുന്ന. ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ പുതപ്പും, അത് അവിടെ ഒരു ബെഡ് ഞാൻ കൊണ്ടിട്ടുണ്ട്, അത് മുഴുവൻ സാധനമാണ്. അത് നിങ്ങൾ നോക്കണ്ട. അതെനിക്ക് ഞാൻ ക്ലീൻ ചെയ്ത് വെക്കും, പിന്നെ അങ്ങനെയോ ക്ലീൻ ചെയ്ത് വെക്കും, പിന്നെ അങ്ങനെയോ, അതാണ് അവസ്ഥ. സോ ഇത് ലിബാം യൂസ് ചെയ്തു. ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട്. സോ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സിനും, ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സിന്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. സോ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്. ആൻഡ് ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ജ്യൂസി കെമിസ്ട്രീന്റെ ഒരു മിസ്റ്റ്, ഒരു ഫേഷ്യൽ മിസ്റ്റ് ആണിത്. നല്ല സുഖം. സോ അടുത്തത് നമ്മൾ യൂസ് ചെയ്യുന്നത് സെറാവയുടെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഈ കോസാറെക്സിന്റെ ഉണ്ട്. അപ്പം ഞാൻ കോസാറെക്സ് ഇപ്പം അധികം നൈറ്റ് ആണ് യൂസ് ചെയ്യാറ്. കോസാറെക്സിന്റെ 2 പ്രൊഡക്ട്സ് ഉണ്ട്, അത് ഞാൻ താഴെ ലിങ്ക് ചെയ്യാം. അതല്ലാണ്ട് ഇപ്പം ഞാൻ രാവിലെ സെറാവയാണ് യൂസ് ചെയ്യാറ്. ഇതാകുമ്പോൾ കുറച്ച് ഇത്ര എടുത്തിട്ട് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ആക്കും, എന്നിട്ട് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. സോ യാ, അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു. ഞാൻ രാവിലെ ഇപ്പോൾ സീറം അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാറില്ല, ജസ്റ്റ് ആ ഒരു ടോണർ അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ മിസ്റ്റ്. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സൺസ്റ്റിക്ക് ആണ്. ഇത് എനിക്ക് ഇഷ്ടമാണ്. അല്ല വെച്ചാൽ ഡോട്ട് ആൻഡ് കീൻ്റെ ഈ ഒരു സൺസ്ക്രീനും ഞാൻ യൂസ് ചെയ്യാറുണ്ട്, ഇതും എനിക്ക് ഇഷ്ടമാണ്. അതല്ലാതെ പ്ലമ്മിൻ്റെ കുറച്ചധികം പ്രൊഡക്ട്സ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ട്, അത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഞാൻ എന്തുകൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നല്ലോ. ഓക്കെ, ഞാനിപ്പം പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകുകയാണെങ്കിൽ ഞാൻ ഈ ലിബാമാണ് യൂസ് ചെയ്യാറ്. ഷുഗറിൻ്റെ ലിബാമാണ് ഞാൻ കാണിച്ചത്, വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ കയ്യിൽ കാണിച്ചത് കണ്ടോ.
കളറുള്ള ലിബാമാണ്. കണ്ടോ, നിങ്ങൾക്ക് ഈ കളർ കാണാൻ പറ്റണില്ലേ? അതുകൊണ്ട് കളറുള്ള ലിബാമാണ് ഞാൻ ഇടയ്ക്ക് ഇത് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതാണ് എൻ്റെ ഷടപടി എന്നുള്ള ഒരു സ്കിൻ കെയർ. വളരെ കുറച്ച് പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണ്. ആൻഡ് ഓൾസോ ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട്, അത് മറന്നു പോകണ്ട. നമ്മളെ ജൂലൈ 2021 ഒക്കെ പ്രൈം ഡേ സെയിൽ നടക്കുകയാണ്. സോ ഞാൻ താഴെ എന്തായാലും ലിങ്ക് കൊടുക്കാം. എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് പ്രോഡക്ട്സ് കൂടെ ഞാൻ ലിങ്ക് കൊടുക്കാം. ഞാൻ പ്രീവിയസ്ലി അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടു നോക്കാം, അതിനകത്ത് ഞാൻ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് വേണം, അതിൻ്റെ റിവ്യൂ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, കമൻസിൽ ചോദിച്ചാൽ മതി. കാരണം ഇപ്പോൾ എനിക്ക് പുതിയ പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യാനുള്ള ഒരു പ്രൊഫഷൻ ഇല്ല. അപ്പോൾ ഏതായാലും ഏതെങ്കിലും പ്രോഡക്ട്സ് ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്ട്സിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ലനേജിൻ്റെ ഒക്കെ കുറച്ച് നല്ല പ്രോഡക്ട്സ് ഉണ്ട് ഞാൻ നാട്ടിൽ നിന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. സോ യാ, സോ ഗൈസ് ഉച്ചയായി. ഒരു 2:20 കേട്ടോ. ഞാൻ ദേവികേനെ അങ്ങോട്ട് പോവാണ്. നമ്മൾ അതിന് ശേഷം കുറച്ച് നേരം വർക്കുണ്ടായിരുന്നു, പിന്നെ ലഞ്ചൊക്കെ കഴിച്ചു. ഞാൻ എടുത്തില്ല. ആക്ച്വലി നമ്മൾ പോണത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതിനെപ്പോഴത്തേക്ക് എത്തും. ഞാൻ രാവിലെ ഇട്ട സെയിം പാൻറ്റും പിന്നെ ഒരു ഷർട്ടും എടുത്തിട്ടു കേട്ടോ. ആക്ച്വലി അവൻ്റെ ഷർട്ടാണ്, അവൻ്റെ പെട്ടി കണ്ടൊരു ഷർട്ട് ഞാൻ എടുത്തിട്ടു. അവനും കിടന്ന് ഉറങ്ങുന്നു. നമുക്ക് വേഗം പോവാം. ഇൻ 2 minutes ഒരു എന്താ ബസ്സുണ്ട്, അത് കിട്ടുമെന്ന് അറിയില്ല, നോക്കട്ടെ. ഞാൻ ദേവികേൻ്റെ റൂമിൽ എത്തിയിരിക്കുന്നു. ആതിരെ ഇപ്പം വരും. നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കത്തി വെച്ചു, എന്നിട്ടാണ് ഇപ്പം ഞങ്ങൾ വീഡിയോ എടുക്കണത്. അതെ, എന്താണെന്ന് ചെയ്യാൻ പോണത്? ഇന്ന് നമ്മൾ രണ്ടെണ്ണമാണ് നമ്മളെ മനസ്സിൽ, പക്ഷെ രണ്ടാമത്തെ ഞാൻ ഒട്ടും പഠിച്ചില്ല. നമ്മൾ ഇന്നൊരു റീലിന് വേണ്ടിയിട്ട് ഡാൻസ് ചെയ്യാൻ പോവാണ്. ടൈം ഇസ് 4:30. നമ്മൾ ഫുൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞതേ നിൽക്കുകയാണ്. ഇനി കളിച്ചാൽ മതി, ഡാൻസ് അങ്ങോട്ട് താഴെ പോയിട്ട് എടുക്കാനേ ഉള്ളൂ. ഫുൾ മേക്കപ്പ് മഴ വരും, സമാധാനമാകും. ഇങ്ങനെ നമ്മൾ പറയാതെ നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഇതേ കുന്തവും കുറച്ചൊക്കെ എടുത്തിട്ട് നമ്മുടെ വീഡിയോ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നു. 2 ഗ്രൂപ്പ് ഡാൻസും സോളോയും. എന്താ ഇങ്ങനെ നിൽക്കുന്നത്? എന്ത് പറ്റി രമണ, പറയൂ. സോ നമ്മൾ ദേവികേന്റെ റൂമിലോട്ട് ഇടിച്ചു തളിപ്പോവാണ്. നടക്കാൻ കൂടെ. അയ്യോ, ഇത് തുറക്ക്. ഇവര് മനഃപൂർവ്വം എന്നെ പുറത്താക്കാൻ നോക്കണം. സേഫ്റ്റിന്റെ കോഡ് അറിയാം, ഞാൻ കയറി വന്നേ. നമ്മളങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. കോഫി കുടിക്കാൻ നമ്മളെ കൂടെ ഒരാൾ കൂടി ഉണ്ട്, ശങ്കരേട്ടൻ. ചോദിച്ചു, നിനക്ക് മറ്റേ നാടുകളിൽ ദിവസമല്ലേ അറിയാം? അങ്ങനെ ദേ ലൂൺ സെൻറ്ററിലുള്ള എക്സ്പ്രസോയിൽ വന്ന് കോഫിയൊക്കെ വാങ്ങിച്ച് കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന് കഥ പറഞ്ഞു. ഓൾമോസ്റ്റ് 1-2 മണിക്കൂർ അവിടെ ഇരുന്ന് കഥ പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് എന്തായാലും വില്ലീസിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ശങ്കരേട്ടനും ദേവികയും ഞങ്ങൾ ജോയിൻ ചെയ്തു. അങ്ങനെ വില്ലീസിൽ പോയി കുറച്ച് ഗ്രോസറി ഒക്കെ വാങ്ങിച്ചു. എന്നിട്ട് ദേ നമ്മൾ തിരിച്ച് റൂമിലോട്ട് വന്നു. ഞങ്ങളങ്ങനെ വില്ലീസിൽ പോയി വന്നു. അത്യാവശ്യം കുറച്ച് ഗ്രോസറി പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം രാത്രിക്കത്തേക്കുള്ള ഡിന്നറാണ് കുക്ക് ചെയ്തത്. കുക്കിംഗ് അല്ല, സാലഡാണ്. സാലഡ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് സാലഡ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ പാക്കറ്റിലേക്ക് ഇതുപോലെ കിട്ടും. എന്നിട്ട് ഞാനൊരു അവക്കാഡോ കൂടെ കട്ട് ചെയ്തിട്ടാണ്. അവക്കാഡോ ഇട്ടുണ്ടോ? സോ നമുക്കിത് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് അതും കൂടെ സാലഡിലോട്ട് ഇടാം. സൂപ്പർ സാലഡ്.